Hello dear students, welcome to another online class. We are discussing the first chapter of plus 1 accounting. The name of chapter is Introduction to Accounting. In the last class we discussed about liabilities, capital and drawing. Now today we are discussing about revenues, expenses, പ്രോഫിറ്റ്, ലോസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന പദങ്ങളായ റവന്യൂസ്, എക്സ്പെൻസസ്, പ്രോഫിറ്റ്, ലോസ്, എക്സ്പെൻഡിച്ചർ എന്നിവയെ കുറിച്ചാണ്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ? റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. റവന്യൂവിനെ ഇൻകം എന്നുകൂടി വിളിക്കാറുണ്ട്. ഇൻകം. ഒരു വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ച് എന്താണ് വരുമാനം എന്ന് പറഞ്ഞാൽ? എമൗണ്ട് ഏൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് പ്രൊവൈഡിംഗ് സർവീസസ് ടു കസ്റ്റമേഴ്സ് is called the sales revenue. Amount earned by the business concern by selling its products and providing services to customers is called the sales revenue. കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഇടപാടുകാർക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും ബിസിനസ് സ്ഥാപനം നേടിയ തുകയാണ് വിൽപ്പന വരുമാനം. കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും ഒരു വ്യാപാര സ്ഥാപനം നേടിയ തുകയെയാണ് സെയിൽസ് റവന്യൂ, വിൽപ്പന വരുമാനം എന്ന് പറയുന്നത്. വരുമാനം എന്ന് പറഞ്ഞാൽ ഇടപാടുകാർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും വ്യാപാര സ്ഥാപനം നേടിയ തുകയാണ് വിൽപ്പന വരുമാനം. ഒരു വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് ഈസ് ദ മേജർ റവന്യൂ ഓഫ് ബിസിനസ്. വ്യാപാര സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് സെയിൽസ്, വിൽപ്പന. ഒരു വ്യാപാര സ്ഥാപനത്തിലെ വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ പങ്ക് വിൽപ്പനയുടേതാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട വരുമാനമാണ് വിൽപ്പന. വ്യാപാര സ്ഥാപനത്തിന് മറ്റു റവന്യൂ ഇനങ്ങളുമുണ്ട്. ഏതെല്ലാമാണ് ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മറ്റു റവന്യൂ ഇനങ്ങൾ? അതർ ഐറ്റംസ് ഓഫ് റവന്യൂ ഓഫ് എ ബിസിനസ് ആർ കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് റിസീവ്ഡ് എക്സെട്ര. വ്യാപാര സ്ഥാപനങ്ങളുടെ മറ്റു റവന്യൂ ഇനങ്ങൾ എന്ന് പറയുന്നത് കമ്മീഷൻ കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, പലിശ കിട്ടി, ഡിവിഡൻഡ് റിസീവ്ഡ്, ഡിവിഡൻഡ് കിട്ടി, ലാഭവിഹിതം കിട്ടി. കമ്പനികളിൽ ഓഹരികൾ എടുത്തവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നതാണ് ഡിവിഡൻഡ്. അപ്പം ഡിവിഡൻഡ് റിസീവ്ഡ് അത് നമ്മളെ സംബന്ധിച്ച് വരുമാനമാണ്. റെന്റ് റിസീവ്ഡ് വാടക കിട്ടി. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മറ്റു വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് കമ്മീഷൻ ലഭിച്ചു, പലിശ ലഭിച്ചു, ഡിവിഡൻഡ് ലാഭവിഹിതം ലഭിച്ചു, വാടക ലഭിച്ചു മുതലായവയാണ്. ഇവയെല്ലാം വ്യാപാര സ്ഥാപനത്തിൻ്റെ വരുമാനങ്ങളാണ്. റവന്യൂവിനെ നമ്മൾ ഇൻകം എന്നുകൂടി വിളിക്കാറുണ്ട്. ഇടപാടുകാർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും വ്യാപാര സ്ഥാപനം നേടിയ തുകയാണ് വിൽപ്പന വരുമാനം. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാണ് സെയിൽസ്, വിൽപ്പന. വ്യാപാര സ്ഥാപനങ്ങളുടെ മറ്റു റവന്യൂ ഇനങ്ങളാണ് കമ്മീഷൻ ലഭിച്ചു, പലിശ ലഭിച്ചു, ഡിവിഡൻഡ് ലഭിച്ചു, വാടക ലഭിച്ചു മുതലായവ. റവന്യൂവിനെ ഇൻകം എന്നുകൂടി വിളിക്കാറുണ്ട്. റവന്യൂവിനെ വിളിക്കാറുണ്ട്. ഏതെല്ലാമാണ് റവന്യൂവിൻ്റെ എക്സാമ്പിൾ? സെയിൽസ്, വിൽപ്പന,
റെൻ്റ് റിസീവ്ഡ് വാടക ലഭിച്ചു. കമ്മീഷൻ റിസീവ്ഡ് കമ്മീഷൻ ലഭിച്ചു. ഇൻട്രസ്റ്റ് റിസീവ്ഡ് പലിശ ലഭിച്ചു മുതലായവ റവന്യൂവിൻ്റെ എക്സാമ്പിളാണ്. അടുത്തതായി വരുന്നതാണ് എക്സ്പെൻസസ്, ചെലവുകൾ. വ്യാപാര സ്ഥാപനത്തിലേക്ക് പണം വരുന്നതിനെ നമ്മൾ വരുമാനം എന്ന് പറയും. അതേസമയം വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ചെലവുകൾ. എന്താണ് ചെലവുകൾ? എക്സ്പെൻസ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ബിസിനസ് ഫോർ ഏർണിംഗ് റവന്യൂ ഓർ മെയിൻറ്റെയിനിങ് റവന്യൂ. Expense is the amount spent by business for earning revenue or maintaining revenue. ഒരു വ്യാപാര സ്ഥാപനം വരുമാനം നേടുന്നതിനോ അല്ലെങ്കിൽ വരുമാനം നിലനിർത്തുന്നതിനോ വേണ്ടി ചെലവഴിച്ച തുകയാണ് ചെലവ് എന്ന് പറയുന്നത്. വരുമാനം നേടുന്നതിനോ അല്ലെങ്കിൽ വരുമാനം നിലനിർത്തുന്നതിനോ വേണ്ടി വ്യാപാര സ്ഥാപനം ചെലവഴിച്ച തുകയാണ് ചെലവ്. എന്തൊക്കെയാണ് നമ്മൾ വരുമാനം നേടാൻ വേണ്ടി ചെലവഴിക്കുന്ന തുക? സാധനങ്ങൾ ആദ്യം വാങ്ങി വെക്കണം, അത് നമ്മളെ സംബന്ധിച്ച് ചെലവാണ്. അതുപോലെ ചിലപ്പോൾ പരസ്യം ചെയ്യേണ്ടി വരും, അഡ്വർടൈസ്മെൻറ്റ് ചാർജ്, അത് നമ്മളെ സംബന്ധിച്ച് ചെലവാണ്. ജീവനക്കാരെ വെക്കേണ്ടി വരും, അവർക്ക് കൂലി നൽകണം, വേജ് നമ്മളെ സംബന്ധിച്ച് ചെലവാണ്. ഇലക്ട്രിസിറ്റി ചാർജ്, ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ നൽകേണ്ടി വരും, അത് നമ്മളെ സംബന്ധിച്ച് ചെലവാണ്. ഓക്കെ. അതുപോലെ വാടക നൽകി, ഇവയെല്ലാം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? വരുമാനം നേടുന്നതിനോ അല്ലെങ്കിൽ വരുമാനം നിലനിർത്തുന്നതിനോ വേണ്ടിയാണ്. വരുമാനം നിലനിർത്തുന്നതിനോ വരുമാനം നേടുന്നതിനോ വേണ്ടി ചെലവഴിക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് എക്സ്പെൻസ്. വരുമാനം നേടുന്നതിനോ അല്ലെങ്കിൽ വരുമാനം നിലനിർത്തുന്നതിനോ വേണ്ടി വ്യാപാര സ്ഥാപനം ചെലവഴിച്ച തുകയാണ് ചെലവ്. ഏതൊക്കെയാണ് ചെലവിൻ്റെ എക്സാമ്പിൾ? ഇറ്റ് ഇൻക്ലൂഡ്സ് ദി എമൗണ്ട് പെയ്ഡ് ഫോർ പർച്ചേസസ്, റെന്റ്, വേജ്, സാലറീസ്, ക്യാരേജ്, ഇൻട്രസ്റ്റ്, ഡൊണേഷൻ, ടാക്സ്, ടെലഫോൺ, എക്സെട്ര. പർച്ചേസസ്, എന്തിനാണ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ? വാങ്ങൽ എന്ന് പറഞ്ഞാൽ എന്താണ് പർച്ചേസസ്? വിൽപ്പനയ്ക്ക് വേണ്ടി വാങ്ങുന്ന സാധനങ്ങളുടെ മൊത്തം തുകയ്ക്ക് പറയുന്ന പേരാണ് പർച്ചേസസ്. വിൽപ്പന ഉദ്ദേശത്തോടു കൂടി വാങ്ങിയ സാധനങ്ങളുടെ ആകത്തുകയ്ക്ക് പറയുന്ന പേരാണ് പർച്ചേസസ്. പർച്ചേസസ്. റെന്റ് വാടക. വേജ് കൂലി. സാലറീസ് ശമ്പളം. ക്യാരേജ് ചുമട്ടുകൂലി. ഇൻട്രസ്റ്റ് പലിശ. ഡൊണേഷൻ സംഭാവന. ടാക്സ് നികുതി. ടെലഫോൺ. എക്സ്പെൻസസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പർച്ചേസസ് വാങ്ങൽ, റെന്റ് വാടക, വേജ് കൂലി, സാലറി ശമ്പളം, ക്യാരേജ് ചുമട്ടുകൂലി, ഇൻട്രസ്റ്റ് പലിശ, ഡൊണേഷൻ സംഭാവന, ടാക്സ് നികുതി, ടെലഫോൺ മുതലായവയ്ക്ക് വേണ്ടി വ്യാപാര സ്ഥാപനം നൽകിയ തുകകൾ ഇതിൽ ഉൾപ്പെടുന്നു. എന്താണ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ? വരുമാനം നേടുന്നതിനോ അല്ലെങ്കിൽ വരുമാനം നിലനിർത്തുന്നതിനോ വേണ്ടി വ്യാപാര സ്ഥാപനം ചെലവഴിച്ച തുകയാണ് ചെലവ്. എന്നാൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും സ്ഥാപനം നേടിയ തുകയാണ് റവന്യൂ. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ലാഭവും നഷ്ടവും നമ്മൾ കണ്ടുപിടിക്കുന്നത് ചെലവുകളും വരുമാനങ്ങളും താരതമ്യം ചെയ്തുകൊണ്ടാണ്. ഒരു വ്യാപാര സ്ഥാപനം ഒരു വർഷത്തിൽ ലാഭം നേടിയോ അല്ലെങ്കിൽ നഷ്ടത്തിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തുന്നത് ഒരു വർഷത്തെ ചെലവുകളെ ഒരു വർഷത്തെ വരുമാനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭം എന്ന് പറഞ്ഞാൽ ഏത് തമ്മിലുള്ള വ്യത്യാസമാണ്? വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ലാഭം. എന്താണ് പ്രോഫിറ്റ്? ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് റവന്യൂസ് ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ.
ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് വർഷത്തിൽ ചെലവുകളേക്കാൾ അധികമായുള്ള വരുമാനങ്ങളാണ് ലാഭം. ഒരു അക്കൗണ്ടിങ് വർഷത്തിൽ ചെലവുകളേക്കാൾ അധികമായുള്ള വരുമാനങ്ങളാണ് ലാഭം. ഉദാഹരണം, ചെലവ് 80,000, വരവ് അല്ലെങ്കിൽ വരുമാനം 1,00,000. അങ്ങനെയാണെങ്കിൽ ചെലവിനേക്കാൾ അധികമായി എത്ര രൂപ വരുമാനമുണ്ട്? വരുമാനം 1,00,000 മൈനസ് ചെലവ് 80,000. 1,00,000 മൈനസ് 80,000 ഈസ് ഈക്വൽ ടു 20,000. അപ്പോൾ ചെലവിനേക്കാൾ അധികമായി 20,000 രൂപ വരുമാനമുണ്ട്. അതുകൊണ്ട് ഈ 20,000-ത്തെ നമ്മൾ ലാഭം എന്ന് പറയുന്നു. ലാഭം ആർക്ക് അവകാശപ്പെട്ടതാണ്? സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അവകാശപ്പെട്ടതാണ് ലാഭം. നഷ്ടമുണ്ടെങ്കിലോ? നഷ്ടമുണ്ടെങ്കിൽ അത് വഹിക്കേണ്ടതും ഉടമസ്ഥൻ തന്നെയാണ്. ലാഭവും നഷ്ടത്തിൻ്റെയും അവകാശി എന്ന് പറയുന്നത് ഉടമസ്ഥനാണ്. അതുകൊണ്ട് ഒരു വ്യാപാര സ്ഥാപനം ലാഭം നേടിക്കഴിഞ്ഞാൽ അത് ഉടമസ്ഥൻ്റെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു. ഉടമസ്ഥൻ്റെ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു ഇനമാണ് ലാഭം. കാരണം പ്രോഫിറ്റ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മൂലധനവുമായി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരു വ്യാപാര സ്ഥാപനം നേടിയ ലാഭം അത് ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ലാഭം ഉടമസ്ഥൻ്റെ ക്യാപിറ്റലുമായി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാഭം എപ്പോഴും ഉടമസ്ഥരുടെ മൂലധനം അല്ലെങ്കിൽ ഉടമസ്ഥരുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു. പ്രോഫിറ്റ് ഇൻക്രീസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഓണർ. ഉടമസ്ഥരുടെ നിക്ഷേപം ലാഭം വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ നമുക്ക് ലാഭം കാണാം? ലാഭം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? ലാഭം ഈസ് ഈക്വൽ ടു റവന്യൂസ് മൈനസ് എക്സ്പെൻസസ്. റവന്യൂസ് മൈനസ് എക്സ്പെൻസസ്. വരുമാനങ്ങൾ മൈനസ് ചെലവുകൾ. ലാഭം കാണാനുള്ള സൂത്രവാക്യം ഇതാണ്, റവന്യൂസ് മൈനസ് എക്സ്പെൻസസ്. എന്താണ് ലാഭം എന്ന് പറഞ്ഞാൽ? ഒരു അക്കൗണ്ടിങ് വർഷത്തിൽ ചെലവുകളേക്കാൾ അധികമായുള്ള വരുമാനങ്ങളാണ് ലാഭം. അത് ഉടമസ്ഥരുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു. ലാഭം കാണാനുള്ള സൂത്രവാക്യം ലാഭം ഈസ് ഈക്വൽ ടു വരുമാനങ്ങൾ മൈനസ് ചെലവുകൾ. ഇനി എന്താണ് നഷ്ടം? നഷ്ടം എന്ന് പറഞ്ഞാൽ ലാഭത്തിൻ്റെ നേരെ എതിരായിട്ട് വരുന്നതാണ് ലോസ്. വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം. വരുമാനം കൂടുന്നു എങ്കിൽ ലാഭമാണ്. എന്നാൽ വരുമാനം കുറയുന്നു, ചെലവുകളേക്കാൾ വരുമാനം കുറയുന്നു എങ്കിൽ അത് നഷ്ടമാണ്. അതുകൊണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. It is the excess of expenses over revenues in an accounting year. ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൽ വരുമാനങ്ങളെക്കാൾ അധികമായുള്ള ചെലവുകളാണ് നഷ്ടം. ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൽ വരുമാനങ്ങളെക്കാൾ കൂടുതലായുള്ള ചെലവുകളാണ് നഷ്ടം. ഉദാഹരണം, നമ്മുടെ വ്യാപാര സ്ഥാപനം ഒരു വർഷത്തിൽ നേടിയ വരുമാനം 1,00,000 രൂപ. എന്നാൽ അതേ വർഷത്തിൽ വ്യാപാര സ്ഥാപനം വരുത്തിവെച്ച ചെലവുകൾ എന്ന് പറയുന്നത് 1,10,000. വരുമാനത്തേക്കാൾ അധികമായുള്ള ചെലവുകൾക്ക് പറയുന്ന പേരാണ് ലോസ്. അങ്ങനെയെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ ചെലവുകൾ 1,10,000 മൈനസ് വരവുകൾ 1,00,000. അവ തമ്മിലുള്ള വ്യത്യാസം 10,000. ഏതിനേക്കാൾ ചെലവ് കൂടി? വരുമാനങ്ങളെക്കാൾ ചെലവ് കൂടി. വരുമാനങ്ങളെക്കാൾ അധികമായി 10,000 രൂപ കൂടുതലാണ് ചെലവ്. അങ്ങനെയാണെങ്കിൽ അധികമായുള്ള ഈ ചെലവിനെ നമുക്ക് നഷ്ടം എന്ന് പറയാം. നമ്മൾ നേരത്തെ കണ്ടു, പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഉടമസ്ഥൻ്റെ മൂലധനം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നഷ്ടമാണെങ്കിലോ അത് ഉടമസ്ഥൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നു. ലോസ് എപ്പോഴും ഉടമസ്ഥൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറയ്ക്കുന്ന ഇനമാണ്. കാരണം ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥൻ്റെ ക്യാപിറ്റലിൽ നിന്ന് ലോസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോസ് ഡിക്രീസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി ഓണേഴ്സ്. ഉടമസ്ഥരുടെ നിക്ഷേപം ലോസ് കുറയ്ക്കുന്നു. ലോസ് ഡിക്രീസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി ഓണേഴ്സ്. ഉടമസ്ഥരുടെ നിക്ഷേപം ലോസ് കുറയ്ക്കുന്നു. ലോസ് കാണുന്നതിനുള്ള സൂത്രവാക്യം ലോസ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസസ് മൈനസ് റവന്യൂസ്. ലോസ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസസ് മൈനസ് റവന്യൂസ്.
അടുത്തത് എക്സ്പെൻഡിച്ചർ, വ്യയം. എന്താണ് എക്സ്പെൻഡിച്ചർ? സ്പെൻഡിങ് മണി ഓർ ഇൻകറിംഗ് എ ലയബിലിറ്റി ഫോർ ദി പർപ്പസ് ഓഫ് അക്വയറിംഗ് അസറ്റ്സ്, ഗുഡ്സ് ഓർ സർവീസസ് is called expenditure. Spending money or incurring a liability for the purpose of acquiring assets, goods or services is called expenditure. ആസ്തികളോ സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ നേടുന്ന ഉദ്ദേശത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയെ അല്ലെങ്കിൽ വരുത്തിവെക്കുന്ന ബാധ്യതയെ ആണ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വ്യയം എന്ന് പറയുന്നത്. വ്യയം ആസ്തികളോ സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കരസ്ഥമാക്കുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയെ അല്ലെങ്കിൽ വരുത്തിവെക്കുന്ന ബാധ്യതയെ അല്ലെങ്കിൽ വരുത്തിവെക്കുന്ന കടത്തെ, വരുത്തിവെക്കുന്ന ബാധ്യത എന്ന് പറഞ്ഞാൽ വരുത്തിവെക്കുന്ന കടത്തെ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, മറ്റൊന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഇഫ് ദ ബെനഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് സെൻഡഡ് വിത്തിൻ എ ഇയർ, ഇറ്റ് ഈസ് കാൾഡ് എക്സ്പെൻസ് ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇഫ് ദ ബെനഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് സെൻഡഡ് വിത്തിൻ എ ഇയർ, it is called expense or revenue expenditure. ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ഗുണം ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കുന്നു എങ്കിൽ അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇഫ് ദ ബെനഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് സെൻഡഡ് വിത്തിൻ എ ഇയർ, ഇറ്റ് ഈസ് കാൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. വിനിയോഗിക്കുന്ന തുകയുടെ അല്ലെങ്കിൽ ചെലവുകളുടെ നേട്ടം ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇത് ആവർത്തന സ്വഭാവമുള്ള ചെലവുകളാണ്. ഉദാഹരണം, ശമ്പളം കൊടുത്തു, വാടക കൊടുത്തു, പലിശ കൊടുത്തു, സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ആവർത്തിച്ച് വരുന്ന ചെലവുകളാണ്. അപ്പോൾ വിനിയോഗിക്കുന്ന തുകയുടെ അല്ലെങ്കിൽ ചെലവുകളുടെ നേട്ടം ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. വിനിയോഗിക്കുന്ന തുകയുടെ അല്ലെങ്കിൽ ചെലവുകളുടെ നേട്ടം ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അതേസമയം ഇഫ് ദ ബെനഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 year, ഇറ്റ് ഈസ് കാൾഡ് അസെറ്റ്സ് ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. If the benefit of an expenditure lasts for more than 1 year, it is called assets or capital expenditure. വിനിയോഗിക്കുന്ന തുകയുടെ അല്ലെങ്കിൽ ചെലവുകളുടെ നേട്ടം ഒന്നിൽ കൂടുതൽ വർഷത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അസെറ്റ്സ് എന്ന് പറയുന്നത്. വിനിയോഗിക്കുന്ന തുകയുടെ അല്ലെങ്കിൽ ചെലവുകളുടെ നേട്ടം ഒന്നിൽ കൂടുതൽ വർഷത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് അസെറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ലാൻഡ് വാങ്ങി, മെഷീനറി വാങ്ങി, ഫർണിച്ചർ വാങ്ങി, ഓക്കെ, ഇതെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. മെഷീനറി വാങ്ങി, ആ മെഷീനറിയുടെ
ഗുണം എന്ന് പറയുന്നത് ആ മെഷീനറിയുടെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് സ്ഥിതി ചെയ്യുന്നതാണ്. ഒരു ബിൽഡിംഗ് വാങ്ങി ആ ബിൽഡിങ്ങിൻ്റെ നേട്ടം ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് സ്ഥിതി ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് റവന്യൂസ്, എക്സ്പെൻസസ്, പ്രോഫിറ്റ്സ്, ലോസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നതിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും വ്യാപാര സ്ഥാപനം നേടിയ തുകയാണ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് വിൽപ്പന. വ്യാപാര സ്ഥാപനങ്ങളുടെ വരുമാനങ്ങളുടെ മറ്റു ഇനങ്ങളാണ് കമ്മീഷൻ ലഭിച്ചു, ഇൻട്രസ്റ്റ് ലഭിച്ചു, ഡിവിഡൻഡ് ലഭിച്ചു, റെൻ്റ് കിട്ടി മുതലായവ. റവന്യൂവിനെ നമ്മൾ ഇൻകം എന്നുകൂടി വിളിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ വരുമാനങ്ങൾ എന്ന് പറയുന്നത് സെയിൽസ്, റെൻ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് മുതലായവയാണ്. എക്സ്പെൻസസ് വരുമാനം നേടുന്നതിനോ അല്ലെങ്കിൽ വരുമാനം നിലനിർത്തുന്നതിനോ വേണ്ടി വ്യാപാര സ്ഥാപനം ചെലവഴിച്ച തുകയാണ് ചെലവ്. വരുമാനം നേടുന്നതിനോ അത് നിലനിർത്തുന്നതിനോ വേണ്ടി വ്യാപാര സ്ഥാപനം ചെലവഴിച്ച തുകയ്ക്ക് പറയുന്ന പേരാണ് ചെലവ്. വാങ്ങൽ, വാടക, കൂലി, ശമ്പളം, ചുമട്ടുകൂലി, പലിശ, സംഭാവന, നികുതി, ടെലഫോൺ ചാർജ് മുതലായവയ്ക്ക് വേണ്ടി വ്യാപാര സ്ഥാപനം നൽകിയ തുകകൾ എക്സ്പെൻസസ് എന്ന പദത്തിൽ ഉൾപ്പെടുന്നു. പ്രോഫിറ്റ്സ് ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൽ ചെലവുകളേക്കാൾ അധികമായുള്ള വരുമാനങ്ങളാണ് ലാഭം. ലാഭം ഉടമസ്ഥൻ്റെ നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നു. ലാഭം കാണാനുള്ള സൂത്രവാക്യം പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂസ് മൈനസ് എക്സ്പെൻസസ്. ലോസ് ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൽ വരുമാനങ്ങളെക്കാൾ അധികമായുള്ള ചെലവുകളാണ് നഷ്ടം. ഒരു സാമ്പത്തിക വർഷത്തിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിംഗ് വർഷത്തിൽ വരുമാനങ്ങളെക്കാൾ അധികമായുള്ള ചെലവുകളാണ് നഷ്ടം. ഉടമസ്ഥരുടെ നിക്ഷേപം അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് കുറയ്ക്കുന്നു. നഷ്ടം ഉടമസ്ഥൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നു. ലോസ് കാണാനുള്ള സൂത്രവാക്യം ലോസ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസസ് ചെലവുകൾ മൈനസ് റവന്യൂസ് വരുമാനങ്ങൾ. എക്സ്പെൻഡിച്ചർ ആസ്തികളോ സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നേടുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയെ അല്ലെങ്കിൽ വരുത്തിവെക്കുന്ന ബാധ്യതയെ കടത്തെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആസ്തികളോ സാധനങ്ങളോ സേവനങ്ങളോ കരസ്ഥമാക്കുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ഒരു വ്യാപാര സ്ഥാപനം ചെലവഴിക്കുന്ന തുകയെയോ അല്ലെങ്കിൽ വരുത്തിവെക്കുന്ന ബാധ്യതയെയോ കടത്തെയോ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, രണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വിനിയോഗിക്കുന്ന തുകയുടെ അല്ലെങ്കിൽ ചെലവുകളുടെ നേട്ടം ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിനെയാണ് എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. വ്യയത്തിൻ്റെ അല്ലെങ്കിൽ ചെലവുകളുടെ നേട്ടം ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിനെയാണ് എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്നാൽ ചെലവുകളുടെ നേട്ടം ഒന്നിൽ കൂടുതൽ വർഷത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മൂലധന വ്യയം എന്ന് പറയുന്നത്. വിനിയോഗിക്കുന്ന തുകയുടെ നേട്ടം ഒന്നിൽ കൂടുതൽ വർഷത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ 2
3 പ്രാവശ്യം കാണുക. അതിനുശേഷം നോട്ട്സ് എഴുതുക. സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അത് ഡൗട്ട് ക്ലിയർ ചെയ്യുക. നോട്ട്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. കൂടുതൽ അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന പദങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കാണാം. ഓക്കെ, താങ്ക് യു.